നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് 4 മാസത്തെ 6400 രൂപയാണ് കുടിശ്ശികയുള്ളത്. ഈ ജനുവരി മാസം വിതരണം ചെയ്യുന്ന ഒരു പെൻഷൻ്റെ കൂടെ കുടിശ്ശിക തുകയാണ് ചേർത്ത് 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ധനവകുപ്പ് ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3200 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനും കൈകളിലെത്തും. ജനുവരി മാസത്തിലെ തനത് പെൻഷൻ്റെ കൂടെ കുടിശ്ശിക തുക ചേർത്ത് 1 മാസത്തെ 1600 ചേർത്ത് 3200 വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ശേഷിക്കുന്ന 3 മാസത്തെ തുക 2024, 25, 26 കാലഘട്ടങ്ങളിലായിരിക്കും വിതരണം. ലാസ്റ്റ് നമുക്ക് ഒരു വീട് വിതരണം ചെയ്തത് ഓണത്തിനാണ് 3200 വിതരണം ചെയ്തത്. ഇത് തദ്ദേശ സ്വയംഭര തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് പ്രഖ്യാപനം. ഇതോടൊപ്പം തന്നെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് അറിയിപ്പെത്തി. സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും എന്നറിയിപ്പ് വന്നു. 1600 200 രൂപയാണ് വർധനവ് വരിക. ഈ ജനുവരി മാസം പകുതിയോടുകൂടി കൂടുന്ന ബജറ്റിൽ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടായിരിക്കും പ്രഖ്യാപനം. 2500 രൂപയിലേക്ക് പെൻഷൻ വർദ്ധിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ്. എന്നാൽ സാമ്പത്തിക ബാധ്യത കാരണം സർക്കാരിന് ഈ വാക്ക് നിറവേറ്റാൻ സാധിച്ചില്ല. ഇപ്പോഴാണ് സർക്കാർ 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോഴാണ് സർക്കാർ ചെറിയ വർധനവെങ്കിലും കൊണ്ടുവരുന്നത്. ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഒരാൾക്ക് 1700 രൂപ മാസം ലഭിക്കും. വാർഷികകാല പെൻഷന് അപേക്ഷ വയ്ക്കും. ക്ഷേമ പെൻഷനെ പ്രഖ്യാപിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ക്ഷേമ പെൻഷൻ അറിയിപ്പറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ തേടിയെത്താൻ ലൈക്കിന് അമർത്തി കാത്തിരിക്കുക. നമസ്കാരം.